ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ മൊഡ്യൂൾ 5-ൻ്റെ ചാപ്റ്റർ 3 ആണ് പഠിക്കാൻ പോകുന്നത്. സ്ട്രാറ്റജിക് ചേഞ്ച് എന്നാണ് ആ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ സ്ട്രാറ്റജിക് ചേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ വരെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ്റെ സമയത്ത് ഒരു സ്ഥാപനത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരും, അല്ലെങ്കിൽ ചേഞ്ചസ് സംഭവിക്കാറുണ്ട്. അപ്പോൾ ആ ചേഞ്ചസ് വരുന്ന സമയത്ത് ആ സ്ഥാപനത്തിലുള്ള വ്യക്തികൾ അതിനെ എതിർക്കുകയും അതിനെ തുടർന്ന് ആ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ വരാറുമൊക്കെയുണ്ട്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ ഇവിടെ ചേഞ്ചിന് 2 ടൈപ്പിലുള്ള ചേഞ്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഓർഗനൈസേഷണൽ ചേഞ്ച്, 2 സ്ട്രാറ്റജിക് ചേഞ്ച്. അതിൽ ആദ്യത്തേതാണ് ഓർഗനൈസേഷണൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഓർഗനൈസേഷണൽ ചേഞ്ച് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. എല്ലാ സ്ഥാപനത്തിലും അത്യന്താപേക്ഷിതമായിട്ട് വരുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഏറ്റവും വേണ്ടിയതായിട്ടുള്ളൊരു കാര്യമാണ് ഓർഗനൈസേഷണൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഓർഗനൈസേഷൻസ് മൂവ് ഫ്രം ദെയർ പ്രസൻറ്റ് സ്റ്റേറ്റ് ടു സം ഡിസൈർഡ് ഫ്യൂച്ചർ സ്റ്റേറ്റ് ടു ഇൻക്രീസ് ദെയർ എഫക്റ്റീവ്നെസ്. കാര്യക്ഷമത അല്ലെങ്കിൽ എഫിഷ്യൻസി കൂട്ടുവാൻ വേണ്ടിയിട്ട് എല്ലാ സ്ഥാപനങ്ങളും ഇപ്പോൾ ഉള്ള നിലയിൽ നിന്ന് മറ്റൊരു അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് വ്യത്യാസം വരുത്തുന്ന സമയത്ത് എന്തെല്ലാമാണോ സ്ഥാപനത്തിൽ സംഭവിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഓർഗനൈസേഷണൽ ചേഞ്ച് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ ഓർഗനൈസേഷണൽ ചേഞ്ചിന് ഒരുപാട് കാരണങ്ങളുണ്ടായേക്കാം. കാരണം ഒരുപാട് കാരണങ്ങളിൽ ഒരു 8ഓളം കാരണങ്ങളാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തേത് ക്രൈസിസ് എന്ന് പറയുന്നതാണ് ആദ്യത്തെ ഓർഗനൈസേഷണൽ ചേഞ്ച് ഉണ്ടാകാനായിട്ടുള്ള റീസൺ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്രൈസിസ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ബിസിനസ് ലെവലിലുള്ളൊരു വ്യൂ പോയിൻറ്റിലാണ് ചിന്തിക്കേണ്ടത്. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ഈ വേൾഡ് ട്രേഡ് സെൻറ്ററിനെതിരെ ഉണ്ടായ ടെററിസ്റ്റ് അറ്റാക്കാണ് ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥാപനമാണ് നമ്മുടെ വേൾഡ് ട്രേഡ് സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സ്ഥാപനത്തിൻ്റെ തകർച്ച മൂലം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഇൻഡസ്ട്രീസും സ്ഥാപനങ്ങളും മാറി. ഇപ്പോൾ ഒരു രാജ്യത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ എന്തെങ്കിലും ഫൈനാൻഷ്യൽ ക്രൈസിസ് ഫേസ് ചെയ്യുവാണെങ്കിൽ അത് ഒരുപാട് നല്ല രീതിയിലോ ചീത്ത രീതിയിലോ സ്ഥാപനങ്ങളെ അത് ബാധിക്കും ഉറപ്പായിട്ടും. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് നമ്മളൊന്ന് നോക്കിയാൽ മതി. ഒരുപാട് ബിസിനസ് ഡള്ളായിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ക്രൈസിസ് എന്ന് പറയുന്നത് മാറ്റം വരുത്താനായിട്ടുള്ളൊരു കാരണമാണ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. രണ്ടാമത്തെ പോയിൻ്റാണ് പെർഫോമൻസ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നിലവിലുള്ള ഓർഗനൈസേഷൻ്റെ ഗോളുകളും ഒബ്ജക്റ്റീവുകളൊന്നും ഓർഗനൈസേഷന് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനെയാണ് പെർഫോമൻസ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. അവർ ആഗ്രഹിക്കുന്ന ആ ഒരു രീതിയിലേക്ക് എത്തുന്നില്ല. അപ്പോൾ ആ ഒരു പെർഫോമൻസ് ഗ്യാപ്പിനെ ഫില്ല് ചെയ്യാൻ വേണ്ടി നമുക്ക് ആ സ്ഥാപനത്തിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തിയേ പറ്റൂ. അതാണ് രണ്ടാമത്തെ പോയിൻ്റ്, പെർഫോമൻസ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പോയിൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളതാണ്. ഉറപ്പായിട്ടും ഒരു സ്ഥാപനത്തിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരും. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റീസ് ആ സ്ഥാപനം തിരിച്ചറിയുന്ന രീതിയിൽ ആ ഒരു സ്ഥാപനത്തിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വരുത്തിയേ പറ്റുള്ളൂ. ആ ഓപ്പർച്യൂണിറ്റി അവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ചേഞ്ചസ് വരുത്തിയേ സാധിക്കുള്ളൂ. ആ സ്ഥാപനത്തിൻ്റെ കോമ്പറ്റീറ്റീവ്നെസ് ഒക്കെ കൂട്ടാനായിട്ട് ഇത് കൂടിയേ തീരൂ. ഇനി അടുത്ത പോയിൻ്റാണ് ന്യൂ ടെക്നോളജി എന്ന് പറയുന്നത്. ഞാൻ പറയേണ്ട ആവശ്യം തന്നെയില്ല. പുതിയ ടെക്നോളജി വന്നു കഴിഞ്ഞാൽ നമ്മൾ പഴയതിനെ ഉപേക്ഷിക്കുകയും പുതിയ ടെക്നോളജി നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അത് മറ്റൊരു റീസൺ. അടുത്തത് റിയാക്ഷൻ ടു ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ പ്രഷർ. അകത്തുനിന്നും പുറത്തുനിന്നുമുള്ളതുമായ സമ്മർദ്ദങ്ങൾ കാരണം എന്താണ് ചേഞ്ച് വരുത്തിയേ തീരും എന്നുള്ള സാഹചര്യത്തിലേക്ക് വരും. അതായത് മാനേജ്മെൻറ്റ്, എംപ്ലോയീസ്, അവർക്കിടയിൽ തന്നെയുള്ള യൂണിയനുകൾ, അവരുടെ പ്രഷർ, അതുകൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുത്തേണ്ടി വരും. ഇപ്പോൾ ഗവൺമെൻറ്റിന് മുകളിൽ പ്രഷർ വരാം, ഗവൺമെൻറ് കൊണ്ട് മറ്റുള്ളവർക്ക് പ്രഷർ വരാം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. കസ്റ്റമർമാർക്കും കോമ്പറ്റീറ്റേഴ്സിനും ഗവൺമെൻറ് റെഗുലേഷൻസ്, ഷെയർ ഹോൾഡേഴ്സ്, ഫൈനാൻഷ്യൽ മാർക്കറ്റ്, അതർ ഫാക്ടേഴ്സ്, ഇതെല്ലാം നമ്മുടെ എൻവയോൺമെൻറ്റിലുള്ള ഫാക്ടേഴ്സ് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഈ ഫാക്ടേഴ്സിലൊക്കെ എന്തെങ്കിലും പ്രഷർ വരുന്നത് കാരണവും ചേഞ്ചസ് വരുത്തേണ്ടി വരും. അടുത്തത് മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻസ് ആണ്. നമുക്കറിയാവുന്നതാണല്ലോ, 2ലധികം കമ്പനികൾ ഒരുമിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവരുടെ കറണ്ട് സ്റ്റേറ്റിൽ നിന്ന് ചേഞ്ചസ് വരും. 2 സ്ഥാപനങ്ങളുടെയും പ്രത്യേകതകൾ പിന്നീട് ആ ഒരു ഓർഗനൈസേഷനിൽ വരുത്തേണ്ടി വരും. അതാണ് മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ എന്ന് പറയുന്ന മറ്റൊരു റീസൺ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അടുത്തത് ചേഞ്ച് ഫോർ ദ സേക്ക് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ മാറ്റം വരുത്തിയേ പറ്റൂ, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു 2020 ആകുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുത്തിയേ തീരൂ എന്നതിന് വേണ്ടി മാത്രം മാറുകയാണെങ്കിൽ അതിനെയാണ് ചേഞ്ച് ഫോർ ദ സേക്ക് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത്.
അതായത് ഇപ്പോൾ എംപ്ലോയീസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന എന്തിനു വേണ്ടിയായിരിക്കും, അവരുടെ ഹൈ ലെവലിലുള്ള അതോറിറ്റീസിനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ വേണ്ടിയായിരിക്കും മിക്കവരും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ, അതൊരു ചേഞ്ച് ഫോർ ദ സേക്ക് ഓഫ് ചേഞ്ച് ആണ്, അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ അതുപോലെ അതൊരു റീസൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നു. ഏറ്റവും അവസാനമായിട്ട് പ്ലാൻഡ് അബാൻഡൻമെൻറ്റ് എന്ന് പറയാം. അബാൻഡൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോസ് ഡൗൺ അല്ലെങ്കിൽ അടച്ചു പൂട്ടുക എന്നുള്ളൊരു സിറ്റുവേഷനാണ് അബാൻഡൻമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് വളരെയധികം കുറഞ്ഞു പോകുന്നു, മാർക്കറ്റ് ഡള്ളായി പോകുന്നു, അതുപോലെ ഇന്നോവേഷൻസ് ഒന്നും അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സമയത്ത് അവയിലേക്ക് റീസോഴ്സ് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ആ ഒരു സ്ഥാപനം അടച്ചു പൂട്ടേണ്ട അവസ്ഥയിലേക്ക് വരും. അതാണ് പ്ലാൻഡ് അബാൻഡൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും 8 റീസൺസ് ആണ് ഓർഗനൈസേഷണൽ ചേഞ്ചിന് ഉള്ളതായിട്ട് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ടൈപ്പായിരുന്നു ഓർഗനൈസേഷണൽ ചേഞ്ച് എന്ന് പറയുന്നത്. അതേസമയം രണ്ടാമത്തെ ടൈപ്പാണ് സ്ട്രാറ്റജിക് ചേഞ്ച് എന്ന് പറയുന്നത്, വിച്ച് ഈസ് പ്രോആക്റ്റീവ് ചേഞ്ച് ദാറ്റ് ഈസ് പ്ലാൻഡ് ആൻഡ് മാനേജ്ഡ്. പ്ലാൻ ചെയ്ത് തന്നെ വരുന്ന ചേഞ്ചസ് ആണ് ഈ സ്ട്രാറ്റജിക് ചേഞ്ചസ് എന്നൊക്കെ പറയുന്നത്. ഒരു സ്ഥാപനത്തിനുള്ളിൽ വരാവുന്ന മറ്റൊരു രീതിയിലുള്ള ചേഞ്ചാണ് സ്ട്രാറ്റജിക് ചേഞ്ച് സാധാരണയായിട്ട് പറയുന്നത്. നമ്മൾ നിലവിലുള്ള സ്ട്രാറ്റജീസ് മാറ്റി അതിനെ നല്ലൊരു രീതിയിൽ മറ്റൊരു സ്ട്രാറ്റജി ആക്കി കൺവേർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തുന്നതിനാണ് ഇവിടെ സ്ട്രാറ്റജിക് ചേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Strategic change involves the implementation of new strategies that involve substantial changes beyond the normal routines of the organization. നിലവിലെ സാഹചര്യങ്ങളെ മാറ്റിക്കൊണ്ട് പുതിയ സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്താണ് സ്ട്രാറ്റജിക് ചേഞ്ചസ് ഒക്കെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത ടോപ്പിക്ക് മാനേജ്മെൻറ്റ് ഓഫ് സ്ട്രാറ്റജിക് ചേഞ്ച് ആണ്, അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ചേഞ്ചിലുണ്ടാവുന്ന സ്റ്റെപ്സിനെ കുറിച്ചാണ് അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മനഃപൂർവ്വം തന്നെ വരുന്നൊരു കാര്യമാണ് ഈ സ്ട്രാറ്റജിക് ചേഞ്ച് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ഫ്യൂച്ചർ പൊസിഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് സ്ട്രാറ്റജിക് ചേഞ്ച് സാധാരണയായിട്ട് വരുന്നത്. ഇറ്റ് മേ ബി എ ചേഞ്ച് ഇൻ ദ വാല്യൂസ്, ഗോൾസ്, സ്ട്രാറ്റജി, സ്ട്രക്ചർ, ടെക്നോളജി, സിസ്റ്റംസ് ഓർ പ്രോസസ്സസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്, ഒരു സ്ഥാപനം എഫക്റ്റീവായിട്ട് പോവുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ചേഞ്ചസ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ചേഞ്ചൊക്കെ വരുന്നത്. ഈ സ്ട്രാറ്റജിക് ചേഞ്ചിന് താഴെ പറയുന്ന സ്റ്റെപ്പുകളാണ് വരുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നു, പക്ഷേ ഇതേപോലുള്ള സെയിം പോയിൻറ്റ്സ് ഒന്നും പറഞ്ഞോന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ സ്ട്രാറ്റജിക് ചേഞ്ചിൻ്റെ സ്റ്റെപ്സിൽ ആദ്യത്തേതാണ് ഐഡൻറ്റിഫൈങ് ദ നീഡ് ഫോർ ചേഞ്ച്. ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ സ്ട്രാറ്റജിക് ചേഞ്ച് വരുത്തേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് ആദ്യമേ മനസ്സിലാക്കുക. നമ്മൾ പറഞ്ഞു ചേഞ്ച് ഫോർ ദ സേക്ക് ഓഫ് ചേഞ്ച് നമ്മൾ പറഞ്ഞില്ലേ, അത് വെറും മീനിങ്ലെസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ സ്ഥാപനത്തിലെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ആണ് സ്ഥാപനത്തിൽ വ്യത്യാസങ്ങൾ വരുത്തേണ്ടത്. അപ്പോൾ അതാണ് ഐഡൻറ്റിഫൈങ് ദ നീഡ് ഫോർ ചേഞ്ച് എന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിന് ഈ ഒരു ചേഞ്ച് ആവശ്യമാണോ, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിനെ പഠിച്ചതിന് ശേഷം മാത്രം അത് തീരുമാനിക്കുക. അടുത്തത് ഫോർമുലേറ്റിംഗ് ദ ചേഞ്ച് സ്ട്രാറ്റജി. അപ്പോൾ ഈ ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇഷ്യൂസൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതായത് ഡിഫിക്കൽട്ടീസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ചേഞ്ച് ചെയ്യണം, ഏത് എലമെൻ്റാണ് ചേഞ്ച് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടതുണ്ട്. അതാണ് ഈ ഡിഫിക്കൽട്ടീസ് വരുമെന്ന് പറയാനായിട്ടുള്ള കാരണം. അതിൽ ആദ്യത്തെ കാര്യമാണ് മേജർ ഇഷ്യൂസിൻ്റെ അകത്തെ ആദ്യത്തെ കാര്യമാണ് ഡിഗ്രി ഓഫ് ചേഞ്ച്. 2 എന്ന് പറയുന്നത് ഏരിയാസ് ഓഫ് ചേഞ്ച്. 3 ടൈമിംഗ് ഓഫ് ചേഞ്ച്. ഫസ്റ്റ് വൺ ഡിഗ്രി ഓഫ് ചേഞ്ച് എന്നുള്ളതാണ്. ഡിഗ്രി എന്ന് പറഞ്ഞാൽ 2 രീതിയിലുള്ള ക്ലാസിഫിക്കേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻക്രിമെൻ്റൽ ചേഞ്ചസും ട്രാൻസ്ഫോർമേഷണൽ ചേഞ്ചസുമാണ്. ആദ്യത്തേത് ഇൻക്രിമെൻ്റൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ വളരെ ഗ്രാജുവലായിട്ട് അല്ലെങ്കിൽ റൂട്ടീനായിട്ട് ഒരു സ്ഥാപനത്തിൽ എടുക്കാവുന്ന ചേഞ്ചസിനെയാണ് ഇൻക്രിമെൻ്റൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഒരു ലോങ് പീരീഡ് ഓഫ് ടൈം കൊണ്ടായിരിക്കും ചിലപ്പോൾ എടുക്കുന്നത്. അതായത് ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ്സിന് വേണ്ടി, പുതിയ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയൊക്കെ നമ്മൾ ചേഞ്ചസ് വരുത്തുവാണെങ്കിൽ അതിനെയാണ് ഇൻക്രിമെൻ്റൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. അതേസമയം ട്രാൻസ്ഫോർമേഷണൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ റാഡിക്കൽ ചേഞ്ചസ് ആണ്, ഏറ്റവും പ്രധാനപ്പെട്ട ചേഞ്ചസ് ആണ്. ട്രാൻസ്ഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, നിലവിലുള്ള സ്ഥിതിയെ ഒന്ന് രൂപാന്തരം വരുത്തുക എന്നുള്ളതാണ്. കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഫോർമേഷണൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. അതായത് ചില സമയത്ത് ടോപ്പ് മാനേജ്മെൻറ്റ് ടീമിനെ തന്നെ മാറ്റിക്കളയുന്നത് ഒരു വലിയ ചേഞ്ച് ആയിരിക്കും. പിന്നെന്താണ്, മാർക്കറ്റ്, നമ്മൾ എയിം ചെയ്യുന്ന മാർക്കറ്റ് നമ്മൾ മാറ്റുകയാണെങ്കിൽ അതിനെയും ഒരു ട്രാൻസ്ഫോർമേഷണൽ ആയിട്ടുള്ള ചേഞ്ച് ആയിരിക്കും. അപ്പോൾ ചേഞ്ച് സ്ട്രാറ്റജിയിലെ ആദ്യത്തെ കണ്ടൻ്റാണ് ഡിഗ്രി ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത്. അതിൽ 2 കാര്യങ്ങളാണുള്ളത്, ഇൻക്രിമെൻ്റൽ ചേഞ്ചസ്, ട്രാൻസ്ഫോർമേഷണൽ ചേഞ്ച്. അപ്പോൾ ഇതിൽ ഏത് ചേഞ്ചാണ് നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടതുണ്ട്. അതിൻ്റെ തന്നെ സെയിം പോയിൻറ്റിന് രണ്ടാമത്താണ് ഏരിയാസ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത്.
എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു സ്ഥാപനത്തിലെ ഏത് എലമെൻ്റാണ് മാറ്റേണ്ടത് എന്ന് തീരുമാനിക്കുന്നു. ചില സമയത്ത് സ്ട്രക്ചർ ആയിരിക്കും, ചില സമയത്ത് ടെക്നോളജി ആയിരിക്കും, ചില സമയത്ത് ആൾക്കാർ, അതായത് എംപ്ലോയീസിനെ ആയിരിക്കും മാറ്റേണ്ടത്. അതിൻ്റെ അകത്ത് ജോബ് ഡിസൈൻ, സ്പാൻ ഓഫ് കൺട്രോൾ, പവർ സ്ട്രക്ചർ, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അപ്പോൾ ഈ രീതിയിലുള്ള ചേഞ്ചസിനെയാണ് നമ്മൾ ഏരിയാസ് ഓഫ് ചേഞ്ച് എന്ന് സാധാരണയായിട്ട് പറയുന്നത്. ടെക്നോളജിക്കൽ ചേഞ്ചൊക്കെ അല്ലെങ്കിൽ IT അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്താണ് വരുന്നത്. ലീഡർഷിപ്പ് സ്റ്റൈല്, ഇതെല്ലാം ഏരിയാസ് ഓഫ് ചേഞ്ചിലാണ് വരുന്നത്. അപ്പം 2 കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന് ഡിഗ്രി ഓഫ് ചേഞ്ച്, 2 ഏരിയാസ് ഓഫ് ചേഞ്ച്. അതിൻ്റെ തന്നെ മൂന്നാമത്തെ പോയിൻ്റ് ടൈമിംഗ് ഓഫ് ചേഞ്ച് എന്നുള്ളതാണ്. ഏത് സമയത്ത് നമ്മൾ സ്ട്രാറ്റജിക് ചേഞ്ച് വരുത്തണം, ഇനി അഥവാ ഈ സമയത്ത് വരുത്തി കഴിഞ്ഞാൽ എന്തെല്ലാം ത്രെറ്റ്സ് ആയിരിക്കും അവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് എന്നൊക്കെയുള്ളതാണ് ഈ ടൈമിംഗ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു റിയാക്ഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു ത്രെട്ട് വരുന്നത് കൊണ്ട് അവർ അതിന് റിയാക്ഷൻ ആയിട്ടൊരു ചേഞ്ച് വരുത്തുവാണെങ്കിൽ അതിനെയാണ് റിയാക്റ്റീവ് ചേഞ്ച് എന്ന് പറയുന്നത്. അതേസമയം ത്രെട്ട് വരുമെന്നുള്ളൊരു ഊഹത്തോടു കൂടി ഇൻ ആൻറ്റിസിപ്പേഷൻ ഓഫ് ചേഞ്ച്, അങ്ങനെയാണ് നമ്മൾ ഈ ചേഞ്ച് വരുത്തുന്നതെങ്കിൽ അതിനെയാണ് പ്രോ ആക്റ്റീവ് ചേഞ്ച് എന്ന് പറയുന്നത്. ഇതൊക്കെ ഏത് സമയത്താണ് വരേണ്ട, അതിൻ്റെ അർജൻസി ഒക്കെ അനുസരിച്ച് ഈ എല്ലാ കാര്യങ്ങളെയും കൺസിഡർ ചെയ്തുകൊണ്ടുള്ളൊരു മെയിനായിട്ടുള്ള ഫാക്ടറിനെയാണ് ഇവിടെ ടൈമിംഗ് ഓഫ് ചേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം 1 ഐഡൻറ്റിഫൈയിങ് ദ നീഡ് ഫോർ ചേഞ്ച് ആയിരുന്നു, 2 ഫോർമുലേറ്റിംഗ് ദ ചേഞ്ച് സ്ട്രാറ്റജി എന്നുള്ളതാണ്. അതിൻ്റെ തന്നെ മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് അസസിങ് ചേഞ്ച് ഫോഴ്സസ് എന്നുള്ളതാണ്. എന്നുദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഒരു സ്ഥാപനത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് അതിൽ ചില ആൾക്കാർ ആ ചേഞ്ചസിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ ആ ചേഞ്ചസ് വരുത്തുന്നതായിരിക്കും. പക്ഷെ മറ്റ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് അതിനെ തടയാൻ വേണ്ടി ശ്രമിക്കുന്ന ഫോഴ്സസ് ആയിരിക്കും. അതാണ് പറയുന്നത് ഫെസിലിറ്റേറ്റ് ചേഞ്ച് ഉണ്ട്, അതുപോലെ തന്നെ റീസ്ട്രെയിൻ ചേഞ്ചും ഉണ്ട്. അത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നവരും അതുപോലെ തന്നെ അത് തടയുന്ന ഫോഴ്സസും ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. എപ്പോഴും ഈ ചേഞ്ചിനെ തടയുന്ന ഫോഴ്സസ് ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം തടസ്സങ്ങളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി ഇത്തരം കാര്യങ്ങൾ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി മാനേജ്മെൻറ്റ് സ്റ്റെപ്സ് എടുക്കേണ്ടത് വളരെയധികം ആവശ്യമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതാണ് മൂന്നാമത്തെ പോയിൻ്റ്, അസസിങ് ചേഞ്ച് ഫോഴ്സസ്. അപ്പം എങ്ങനെയാണ് ഫെസിലിറ്റേറ്റേഴ്സ് ഓഫ് ചേഞ്ച് ആണോ അതോ ചേഞ്ച് റീസ്ട്രെയിൻ ആണോ ചെയ്യുന്നത്? ഇനി അഥവാ റീസ്ട്രെയിൻ ആണോ ഉള്ളതെങ്കിൽ അതിൽ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി മാനേജ്മെൻറ്റ് പരമാവധി സ്റ്റെപ്സ് എടുക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നാലാമത്തെ പോയിൻ്റാണ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ചേഞ്ച് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആദ്യമായിട്ട് സ്റ്റെപ്പിൽ പറഞ്ഞത് ആദ്യത്തേത് എന്താണ് ചേഞ്ചിനുള്ള ആവശ്യം അത് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. രണ്ടാമത്തേത് ചേഞ്ച് സ്ട്രാറ്റജി എന്താണ് എന്നുള്ളത് ഫോമുലേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. 3 ചേഞ്ച് ഫോഴ്സസ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു. നാലാമത്തേതാണ് ചേഞ്ച് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് എന്ത് ചേഞ്ച് ആണോ വരുത്താനായിട്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനു വേണ്ടി 3 സ്റ്റേജസ് ആണ് ഇവിടെ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേജ് അൺഫ്രീസിങ്, 2 ചേഞ്ചിങ്, 3 റീഫ്രീസിങ്. ആദ്യത്തേത് അൺഫ്രീസിങ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ചേഞ്ച് വരുത്തുന്നതിന് മുൻപ് ആ ഒരു സ്ഥാപനത്തിൽ എന്തെല്ലാം പ്രോസസ്സുകളാണോ, സിസ്റ്റംസ് ആണോ, ബിഹേവിയർ ആണോ, ഇത്തരത്തിലുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ ഉള്ളത്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇൻഅഡിക്വേറ്റ് അല്ലെങ്കിൽ ഇറലവൻ്റ് ആയിട്ടുള്ളത്. അതായത് ഒരു പുതിയ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും പഴയ ഒരുപാട് കാര്യങ്ങൾ ഇറലവൻ്റ് ആയിട്ട് വന്നേക്കാം, അതായത് പ്രാധാന്യമില്ലാത്ത കാര്യങ്ങളായിട്ട് വന്നേക്കാം. അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റി വെച്ച് ഒരു പുതിയ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് അൺഫ്രീസിങ് എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു കർഷകൻ എന്താണ് ഈ നെല്ലൊക്കെ ആണെങ്കിൽ ആ സംഭവം നെല്ലിൻ്റെ കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ ആ വിത്ത് വിതയ്ക്കുന്നതിന് മുൻപായിട്ട് എന്ത് ചെയ്യും, ആ ഒരു ഫീൽഡ് നല്ല രീതിയിൽ ക്ലിയർ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഒരു മാനേജർ പഴയ ആറ്റിറ്റ്യൂഡ്സ്, പഴയ ഗോൾസ്, പഴയ റോൾസ്, എംപ്ലോയീസിൻ്റെ മൈൻഡിലുള്ള ഇത്തരം കാര്യങ്ങളെല്ലാം എലിമിനേറ്റ് ചെയ്യുന്നു. ആ ഒരു സ്റ്റേജിനെയാണ് അൺഫ്രീസിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതിൻ്റെ തന്നെ രണ്ടാമത്തെ കമ്പോണൻ്റാണ് ചേഞ്ചിങ് എന്ന് പറയുന്നത്. പഴയ കാര്യങ്ങളെ മാറ്റി പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ന്യൂ തിങ്കിങ്, ന്യൂ റോൾസ്, ന്യൂ വർക്ക് മെത്തേഡ്സ്, ഇത്തരം കാര്യങ്ങളെല്ലാം ഇൻഡിവിജ്വൽസിനിടയിൽ കൊണ്ടുവരുന്ന സ്റ്റേജാണ് ചേഞ്ചിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ അതിൻ്റെ തന്നെ മൂന്നാമത്തെ കമ്പോണൻ്റാണ് റീഫ്രീസിങ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ കാര്യങ്ങളെല്ലാം മാറ്റി പുതിയ ചേഞ്ച് വരുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. ആ ഒരു സമയത്ത് അതിന് ശേഷം വരുന്നതാണ് റീഫ്രീസിങ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പുതിയ ബിലീഫുകളും തിങ്കിങ്ങും ബിഹേവിയറും ഒക്കെ എംപ്ലോയീസിനിടയിലും ആ സ്ഥാപനത്തിലെ ആൾക്കാർക്കിടയിലും കൊണ്ടുവരുന്നു എന്നുള്ളതാണ് റീഫ്രീസിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ കൊണ്ടുവരും? ന്യൂ പ്രോസസ്സസ്, ന്യൂ സിസ്റ്റംസ്, ന്യൂ ബിഹേവിയർ, ന്യൂ മെത്തഡോളജീസ്, ഇതെല്ലാം ആയിരിക്കും. മാറ്റിയ കാര്യങ്ങൾക്കനുസരിച്ച് ഇത്തരം കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ പുനഃസൃഷ്ടിക്കുന്നു. അതാണ് റീഫ്രീസിങ് എന്ന് പറയുന്നത്.
അതാണ് നാലാമത്തെ മെയിൻ പോയിന്റിലെ 3 കമ്പോണൻസ് ആയിരുന്നു അൺഫ്രീസിങ്, ചേഞ്ചിങ് ആൻഡ് റീഫ്രീസിങ്. ഇനി അഞ്ചാമത്തെ കാര്യമാണ് മോണിറ്ററിങ് ആൻഡ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ചേഞ്ച് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷം അതിനെ ഒന്ന് മോണിറ്റർ ചെയ്യുവാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഫോളോ അപ്പ് ആക്ഷൻസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അത് നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലെ കാര്യങ്ങളൊക്കെ വ്യത്യാസം വരുത്തി കഴിഞ്ഞിട്ട് അത് റൈറ്റ് ഡയറക്ഷനിലാണോ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് ഈ മോണിറ്ററിംഗ് ഒക്കെ നമ്മൾ എടുക്കുന്നത്. അതുപോലെ ഫീഡ്ബാക്കും അത് തന്നെയാണ്. എന്തെങ്കിലും പ്രോബ്ലംസോ ഡിസ്ഫങ്ഷണൽ ഡിസ്ഫങ്ഷണൽ എന്ന് പറഞ്ഞാൽ പ്രവർത്തനരഹിതമായിട്ടിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയെല്ലാം പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച് അതിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് മോണിറ്ററിംഗ് ആൻഡ് ഫീഡ്ബാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത്രയും 5 സ്റ്റേജസ് ആണ് സ്ട്രാറ്റജിക് ചേഞ്ചിൻ്റെ സ്റ്റെപ്സ് ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 1. ഐഡൻറ്റിഫൈങ് ദ നീഡ് ഫോർ ചേഞ്ച്. 2. ഫോർമുലേറ്റിംഗ് ദ ചേഞ്ച് സ്ട്രാറ്റജി. 3. അസസിങ് ചേഞ്ച് ഫോഴ്സസ്. 4. ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ചേഞ്ച് സ്ട്രാറ്റജി. ആൻഡ് 5. മോണിറ്ററിംഗ് ആൻഡ് ഫീഡ്ബാക്ക്. ഇനി അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് ബാരിയേഴ്സ് ഓർ റെസിസ്റ്റൻസ് ടു ചേഞ്ച് എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി ഇടയ്ക്കെല്ലാം കണ്ടു കഴിഞ്ഞു ചേഞ്ചിന് ഉണ്ടാകാവുന്ന തടസ്സങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് തടസ്സങ്ങളായിട്ട് വരുന്നതെന്നുള്ളതാണ്. പ്രധാനമായിട്ടും സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൽ അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ചേഞ്ചിൽ 2 രീതിയിലാണ് ചേഞ്ചിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ടു ചേഞ്ചിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. 1. ഇൻഡിവിജ്വൽ ലെവൽസ് ആൻഡ് 2. ഓർഗനൈസേഷണൽ ലെവൽസ് എന്നുള്ളതാണ്. അതിലാദ്യമായിട്ട് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് ടു ചേഞ്ച് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിലെ വ്യക്തികൾക്കിടയിൽ ഈ ചേഞ്ച് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അവർ ചേഞ്ച് വരുന്ന സമയത്ത് അവരതിനെ പ്രതിരോധിക്കും, അല്ലെങ്കിൽ ചേഞ്ച് ഏറ്റെടുക്കാനായിട്ട് മനസ്സില്ലാത്ത ആൾക്കാരുണ്ടായിരിക്കും. അങ്ങനെ ഒരവസ്ഥ വരാനായിട്ട് 2 റീസൺസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 1. എക്കണോമിക് റീസൺസും 2. സോഷ്യൽ റീസൺസുമാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ആദ്യമായിട്ട് എക്കണോമിക് റീസൺസിൻ്റെ അകത്ത് വരുന്നത് സാമ്പത്തികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് മാറ്റത്തെ തടസ്സപ്പെടുത്തുന്ന ആൾക്കാർ കാണും. അതിൽ ഒന്നാണ് ഫിയർ ഓഫ് ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ്. അതായത് നമ്മുടെ സ്ഥാപനത്തിൽ പുതിയ ടെക്നോളജി അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജോലി തന്നെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം. രണ്ടാമതായിട്ട് വർക്കിംഗ് അവേഴ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാലറിയും അതോടൊപ്പം കുറയുമോ എന്നുള്ള ഭയം. അതായത് ഇപ്പോൾ കമ്പ്യൂട്ടറൈസേഷൻ വന്നതുകൊണ്ട് ഒരുപാട് ജോലിക്കാരുടെ ആവശ്യം ഇല്ല, അല്ലെങ്കിൽ ജോലിക്കാരെ വെട്ടിക്കുറച്ചു എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ജോലി പോവും, അല്ലെങ്കിൽ വർക്കിംഗ് അവേഴ്സ് കുറയും. അപ്പോൾ അത്തരം ഭയങ്ങളാണ് ഇവിടെ എക്കണോമിക് റീസൺസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഫിയർ ഓഫ് ഡിമോഷൻ ഡ്യൂ ടു ഒബ്സോളസെൻസ് ഓഫ് സ്കിൽസ്. നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണമെന്നാണ് പറയാറ്. ഏതൊരു ഫീൽഡിലുള്ള ആൾക്കാരാണെങ്കിലും ന്യൂലി വരുന്ന ചേഞ്ചസിനനുസരിച്ച് നമ്മളും മാറണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്കില്ലുകൾ കാലപ്പഴക്കം ഉള്ളതായി മാറിയാൽ നമുക്ക് പ്രൊമോഷന് പകരം അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ഡിമോഷൻ കിട്ടുമോ എന്നുള്ളൊരു ഫിയർ, അതും മറ്റൊരു റീസണാണ്. ഏറ്റവും ലാസ്റ്റായിട്ട് ഫിയർ ഓഫ് ഹയർ ജോബ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് റെഡ്യൂസ്ഡ് ഇൻസെൻറ്റീവ് പേ. ജോബ് സ്റ്റാൻഡേർഡ് കൂട്ടുകയും അതുവഴി നമ്മുടെ ഇൻസെൻറ്റീവ് പേ എന്ന് പറയുന്നത് കുറയ്ക്കുകയും ചെയ്യുമോ എന്നുള്ളൊരു ഭയം. ഇതെല്ലാമാണ് എക്കണോമിക് റീസൺസ്, അതായത് മാറ്റത്തെ ഈ വ്യക്തികൾക്കിടയിൽ തടസ്സപ്പെടുത്തുന്ന എക്കണോമിക് റീസൺസാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തതാണ് സോഷ്യൽ റീസൺസ് എന്ന് പറയുന്നത്. സാമൂഹികമായിട്ട് എന്തെല്ലാം റീസൺസ് കൊണ്ടാണ് ആൾക്കാർ ഈ മാറ്റത്തെ എതിർക്കുന്നത്. ആദ്യത്തേത്, പീപ്പിൾ വർക്കിംഗ് ടുഗദർ ഡെവലപ്പ് ഇൻഫോർമൽ ഓർ സോഷ്യൽ റിലേഷൻഷിപ്പ്. നമുക്കറിയാമല്ലോ, ഗ്രേപ്പ് വൈൻ എന്നൊക്കെ നമ്മൾ പറയുന്നതല്ലേ. ഇൻഫോർമൽ റിലേഷൻഷിപ്പുകൾ എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ട്. ഇനി അഥവാ ചേഞ്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത്തരം റിലേഷൻഷിപ്പുകളൊക്കെ തടസ്സപ്പെട്ടു പോകുമോ, അല്ലെങ്കിൽ അതെല്ലാം ബ്രേക്കപ്പ് വരുമോ എന്നൊക്കെയുള്ളൊരു ഒരു ഭയമാണ് സോഷ്യൽ റീസൺസിലെ ആദ്യമായിട്ട് പറയുന്നത്. അതുകൊണ്ട് ആൾക്കാർ ചേഞ്ചിനെ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഫ്രണ്ട്ഷിപ്പും നമ്മുടെ കൊളീഗ്സിൻ്റെ ഇടയ്ക്കുള്ളൊരു ഒരു കാര്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു റീസൺ, അതാണ് ഒന്നാമത്തത്. 2. സംടൈംസ് ആൻ ഇൻഡിവിജ്വൽ ഈസ് വില്ലിംഗ് ടു ആക്സെപ്റ്റ് ചേഞ്ച് ബട്ട് റെസിസ്റ്റ് ഇറ്റ് ഡ്യൂ ടു പിയർ പ്രഷർ. വളരെയധികം ഹൈ പ്രഷർ ഉള്ളതുകൊണ്ട് ചേഞ്ചിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അവർക്ക് ശരിക്കും ഇഷ്ടമായിരിക്കും ഈ ചേഞ്ച് വരുന്നത്, പക്ഷേ വർക്കേഴ്സ് നമ്മുടെ കൂടെയുള്ളത് നീ അതിന് സമ്മതിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പ്രഷറൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളും അതിനനുസരിച്ച് പോകും. അപ്പോൾ ആ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അതാണ് രണ്ടാമത്തെ സോഷ്യൽ റീസൺസ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ കൊളീഗ്സ്, അല്ലെങ്കിൽ നമ്മുടെ ടോപ്പായിട്ടുള്ള അതോറിറ്റിയിൽ നിന്നുള്ള പ്രഷർ. ഏറ്റവും ലാസ്റ്റായിട്ട് ചേഞ്ചസ് ആർ ഓൾസോ റെസിസ്റ്റഡ് ബിക്കോസ് വർക്കേഴ്സ് ഫിയർ ദാറ്റ് the new social setup will be less satisfying than the existing setup. അതായത് നമ്മൾ പഴയ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഇഷ്ടപ്പെട്ട് അതിനെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന സമയത്ത് പുതുതായിട്ട് മാറ്റം വന്നു കഴിയുമ്പോൾ ആ പുതിയ സോഷ്യൽ സെറ്റപ്പ് എങ്ങനെയായിരിക്കുമെന്നുള്ളൊരു ഭയം. അപ്പോൾ അതുകൊണ്ടും
അതും ഒരു റീസൺ ആയിട്ടാണ് പറയുന്നത്. ഇതെല്ലാം സോഷ്യൽ റീസൺസ് ആയിട്ട് പറയുന്നു. അപ്പോൾ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് ടു ചേഞ്ചിൻ്റെ അകത്ത് വരുന്നത് 2 റീസൺസ് ആണ്, എക്കണോമിക് റീസൺസും സോഷ്യൽ റീസൺസുമാണ് ഉള്ളത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ റെസിസ്റ്റൻസ് ടു ചേഞ്ച് ആണ്. അപ്പോൾ റെസിസ്റ്റൻറ്റ് ടു ചേഞ്ചിലെ ഒന്നാമത്തെ പോയിൻ്റ് ആയിരുന്നു ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ്. രണ്ടാമത്തേത് ഓർഗനൈസേഷണൽ റെസിസ്റ്റൻസ്. വ്യക്തികളല്ല, സ്ഥാപനം തന്നെ ഈ ഒരു ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുന്ന എപ്പോഴൊക്കെയാണ്. ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ത്രെറ്റ് ടു പവർ ആൻഡ് ഇൻഫ്ലുവൻസ്. പവറും ഇൻഫ്ലുവൻസും അതിൻ്റെ ഒരു ഭീഷണി ഉള്ളത് കാരണം ടോപ്പ് എക്സിക്യൂട്ടീവ്സ് ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. പൊസിഷൻ, പവർ ആൻഡ് ഇൻഫ്ലുവൻസ് അതിൻ്റെ ഒരു ത്രെട്ട്. 2 റിസോഴ്സ് കൺസ്ട്രെയിൻസ് ആണ്. അതായത് പുതിയ ചേഞ്ച് ഒക്കെ വരുന്നത് എപ്പോഴും നല്ല തന്നെയാണ്, പക്ഷേ അതിന് തക്കതായിട്ടുള്ള റീസോഴ്സുകൾ ആവശ്യമായിട്ട് വരും. അത്തരം റീസോഴ്സുകൾ ഇല്ലാത്തത് ഉറപ്പായിട്ടും അതൊരു കൺസ്ട്രെയിൻ്റ് ആണ് ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം. ലാർജ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വന്നേക്കാം, അപ്പോൾ അവർക്കത് കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടായേക്കാം. അപ്പോൾ അതുകൊണ്ടൊക്കെ ചില സമയത്ത് ഹ്യൂമൻ റിസോഴ്സ് ആയിരിക്കും കൺസ്ട്രെയിൻ്റ് ആയിട്ട് വരുന്നത്. എന്തായാലും റിസോഴ്സ് എന്ന് പറയുന്നത് മറ്റൊരു തടസ്സമായിട്ട് പറയുന്നു. മൂന്നാമത്തത് സ്ട്രക്ചറൽ ആണ്. അതായത് ഒരു സ്ഥാപനം ഒരു ട്രഡീഷണൽ ഹൈറാർക്കിക്കൽ സ്ട്രക്ചറാണ് അവർ ഫോളോ ചെയ്യുന്നത്. പക്ഷേ പുതിയതായിട്ടൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് മോഡേൺ ആയിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ കൊണ്ടുവരാനായിട്ട് ആ ഒരു സ്ഥാപനത്തിന് മടി ഉണ്ടാവും. അല്ലെങ്കിൽ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എംപ്ലോയീസൊക്കെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും ട്രഡീഷണൽ ഹൈറാർക്കിക്കൽ സ്ട്രക്ചേഴ്സിൽ വളരെയധികം മോശമാണെങ്കിൽ മാനേജ്മെൻറ്റും എംപ്ലോയീസും തമ്മിലൊരു ബാഡ് റിലേഷൻഷിപ്പ് ആയിരിക്കും അവിടെ ക്രിയേറ്റ് ആവുന്നത്. അപ്പം അതും ഒരു സാധ്യതയാണ്. നല്ല റിലേഷൻഷിപ്പൊന്നുമില്ല, അപ്പോൾ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ എന്തൊരു സാഹചര്യത്തിലാവും വരിക എന്നുള്ളത് ഓർഗനൈസേഷനൊരു റീസ്ട്രെയിൻഡ് ആയിട്ട് വരാം. അതാണ് സ്ട്രക്ചറൽ എന്ന് പറയുന്നത്. അതേ 4ാമത്തെ പോയിൻ്റാണ് ലാക്ക് ഓഫ് ഓർ ബാഡ് ലീഡർഷിപ്പ്. അതായത് സ്ട്രോങ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് നല്ലൊരു ചേഞ്ച് മാനേജ്മെൻറ്റ് പ്രോസസ്സിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ബാഡ് ലീഡേഴ്സാണ് ഉള്ളതെങ്കിൽ ഉറപ്പായിട്ടും എംപ്ലോയീസ് അല്ലെങ്കിൽ ഈ ബാഡ് ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു കൺസ്ട്രെയിൻ്റ് ആയിട്ട് തന്നെ വരുന്നൊരു കാര്യമാണ്. ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് പ്രിപ്പറേഷൻ ഫോർ ന്യൂ റോൾസ് എന്നുള്ളതാണ്. ഓർഗനൈസേഷൻസ് മേ ലാക്ക് ഇൻ ദെയർ പ്ലാനിങ് ഫേസ്. അതായത് ഇല്ലാത്ത കുറവ് വരുന്ന അല്ലെങ്കിൽ പ്ലാനിങ് ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് പുതിയ റോളുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും പ്ലാനിങ് ഇല്ലാത്ത അവസ്ഥ എന്ന് പറയുമ്പം ഈ ചേഞ്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഒത്തിരി ബുദ്ധിമുട്ടുകളായിരിക്കും. ഇതാണ് ഓർഗനൈസേഷണൽ റെസിസ്റ്റൻസ് ടു ചേഞ്ചിൻ്റെ അകത്തെ 5 പോയിൻറ്റ്സ്. 1 ത്രെറ്റ് ടു പവർ ആൻഡ് ഇൻഫ്ലുവൻസ്, 2 റിസോഴ്സ് കൺസ്ട്രെയിൻസ്, 3 സ്ട്രക്ചറൽ, 4 ലാക്ക് ഓഫ് ഓർ ബാഡ് ലീഡർഷിപ്പ്, 5 ലാക്ക് ഓഫ് പ്രിപ്പറേഷൻ ഫോർ ന്യൂ റോൾസ് എന്നുള്ളത്. ഇനി ഏറ്റവും അടുത്ത ടോപ്പിക്കാണ് ലാസ്റ്റത്തെ ടോപ്പിക്, ഓവർകമ്മിങ് റെസിസ്റ്റൻസ് ടു ചേഞ്ച്. അപ്പോൾ സ്ട്രാറ്റജിക് ചേഞ്ചിൻ്റെ അകത്തെ ലാസ്റ്റ് കാര്യമാണ് ഓവർകമ്മിങ് റെസിസ്റ്റൻസ് ടു ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പം ചേഞ്ച് വരുന്നത് ഒരു സ്ഥാപനത്തിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യാതിരിക്കുക. ഇനി അഥവാ റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. ആദ്യത്തേതാണ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. പറയേണ്ട ആവശ്യമില്ലല്ലോ. പുതിയ മാറ്റം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മുടെ സ്ഥാപനത്തിൽ പോസിറ്റീവായിട്ട് സംഭവിക്കുക എന്നുള്ളത് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അതിനുവേണ്ടിയുള്ള എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. അത് മിസ്അണ്ടർസ്റ്റാൻഡിങ്സിനെ പരമാവധി ഒഴിവാക്കാനായിട്ട് സാധിക്കും. പിന്നെ എംപ്ലോയീസിന് പുതിയ പുതിയ സ്കില്ലുകളും കാര്യങ്ങളും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ അവരും ആ ഒരു സാഹചര്യമായിട്ട് ഇണങ്ങിപ്പോയിക്കോളും. അതാണ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിൻ്റെ അകത്ത് വരുന്നത്. സെക്കൻഡ് വൺ കമ്മ്യൂണിക്കേഷനാണ്. അടുത്തത് ഒരു ലോജിക്ക് എന്താണ് എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തവരെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. എപ്പോഴും നമുക്ക് പഴയ രീതിയിൽ തന്നെ മാറാൻ അല്ലെങ്കിൽ ആയിരിക്കാൻ സാധിക്കത്തില്ല. അപ്പം നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. അപ്പോൾ 2 വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഭയം ഒഴിവാക്കാനും എംപ്ലോയീസിനിടയിലുള്ള ഇൻസെക്യൂരിറ്റി കുറയ്ക്കാനും ഒക്കെ ഒരു പരിധിവരെ സാധ്യമാക്കുന്നു. അതാണ് കമ്മ്യൂണിക്കേഷൻ. തേർഡ് വൺ പാർട്ടിസിപ്പേഷൻ ആൻഡ് ഇൻവോൾവ്മെൻറ്റ്. ഈ ടോപ്പ് മാനേജ്മെൻറ്റ് മാത്രം കാര്യങ്ങൾ എപ്പോഴും ഡീൽ ചെയ്യാതെ എംപ്ലോയീസിനെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നല്ല രീതിയിലുള്ള ഡിസിഷൻ മേക്കിങ്ങും കാര്യങ്ങളും കൊണ്ടുവരിക. അതും മിസ്അണ്ടർസ്റ്റാൻഡിങ് പരമാവധി ഒഴിവാക്കും. അതുപോലെ എംപ്ലോയീസിനിടയ്ക്കുള്ള ഈഗോസ് ഒക്കെ പരമാവധി കുറയ്ക്കാനായിട്ട് സാധിക്കും. അവർക്കിടയിൽ തന്നെ നല്ല നല്ല ലീഡേഴ്സിനെ അവർ പ്രൊമോട്ട് ചെയ്യും അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതും നല്ല കാര്യമായിരിക്കും. അതാണ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഇൻവോൾവ്മെൻറ്റ്. എംപ്ലോയി പാർട്ടിസിപ്പേഷനാണ് ഉദ്ദേശിക്കുന്നത്. ഫോർത്ത് വൺ സ്ട്രോങ് ലീഡർഷിപ്പ്. നല്ല ഒരു ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വർക്കേഴ്സിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കാനും അവരെക്കൊണ്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യിപ്പിക്കാനും ഒക്കെ സാധിക്കും.
അപ്പോൾ അവരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് ലീഡ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് വേണ്ടത്. അതാണ് സ്ട്രോങ് ലീഡർഷിപ്പിൻ്റെ അകത്ത് വരുന്നത്. ഏറ്റവും ലാസ്റ്റ് വൺ, പ്രിപ്പറേഷൻ ഫോർ ന്യൂ റോൾസ്. അതായത് പഴയ റോൾ ആയിരിക്കും പുതിയ അല്ലെങ്കിൽ എംപ്ലോയീസിന് ഈ ഒരു ചേഞ്ച് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നീടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പുതിയ റോൾ എന്താണ് എന്നുള്ളത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ എംപ്ലോയീസിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സോ അവർക്കിടയിൽ എന്തെങ്കിലും ഫിയറോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി അതൊക്കെ പരിഹരിക്കാനായിട്ടുള്ള മാർഗ്ഗങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതാണ് പ്രിപ്പറേഷൻ ഫോർ ന്യൂ റോൾസ്. ഇത് കൂടാതെ ഒരുപാട് പോയിൻറ്റ്സ് നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് എഴുതാവുന്നതാണ്. ഇത് നമ്മൾ ടെക്സ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ജസ്റ്റ് പറഞ്ഞു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാവുന്ന വേറെ പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അതുകൂടെയൊക്കെ ചേർത്ത് എക്സാമിനേഷന് എഴുതുക. അപ്പോൾ ഓവർകമ്മിങ് റെസിസ്റ്റൻസ് ടു ചേഞ്ചിൻ്റെ അകത്ത് 5 പോയിൻറ്റ്സ് ആണ്. എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, കമ്മ്യൂണിക്കേഷൻ, പാർട്ടിസിപ്പേഷൻ ആൻഡ് ഇൻവോൾവ്മെൻറ്റ്, സ്ട്രോങ് ലീഡർഷിപ്പ്, പ്രിപ്പറേഷൻ ഫോർ ന്യൂ റോൾസ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ അടുത്ത പോർഷൻ നമുക്ക് സെക്കൻഡ് പാർട്ടായിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.